നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വതന്ത്ര പലസ്തീൻ അനുവദിക്കില്ലെന്നും അവസാനത്തെ ഹമാസ് തീവ്രവാദിയെ കൊന്നൊടുക്കാതെ യുദ്ധം അവസാനിക്കില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഗാസ മുനമ്പിന്റെ 86% ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന ഏറെ പലസ്തീനികളും കൊല്ലപ്പെടുകയോ നാടുവിടുകയോ ചെയ്തു. വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമായുള്ള ചർച്ചകൾ ലക്ഷ്യത്തിലെത്താതായതോടെ ഗാസയിൽ ഇസ്രായേൽ പോരാട്ടം ശക്തമായി. കുടിവെള്ളത്തിനായി കാത്തുനിന്ന കുഞ്ഞുങ്ങളെ കൊന്നുതള്ളി ഇസ്രായേൽ പകപോക്കൽ തുടരുകയാണ്. മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിന് സമീപം കുടിവെള്ള ടാങ്കറിന് മുന്നിൽ വരുന്ന 6 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 10 പേർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടു. 7 കുട്ടികൾ ഉൾപ്പെടെ 16 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗാസയിലും ഗാസ മുനമ്പിലുമായി നടന്ന വിവിധ ആക്രമണങ്ങളിൽ ഞായറാഴ്ച 59 പേരാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച 110 പേർ കൊല്ലപ്പെട്ടതിൽ 34 പേർ വിവിധ സഹായങ്ങൾക്കായി കാത്തുനിൽക്കുന്നവരായിരുന്നു. ആക്രമണം ശക്തമാക്കിയും കൂടുതൽ സൈനികരെ മേഖലയിൽ വിന്യസിച്ചും പ്രദേശവാസികളെ നിർബന്ധമായി കുടിയൊഴിപ്പിച്ചും ഗാസ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുവാനാണ് ഇസ്രായേൽ നീക്കം. 2023 ഒക്ടോബർ 7 ശേഷം 58,000 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 1.5 ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വെടിനിർത്തൽ കരാറിനായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഇസ്രായേൽ യുദ്ധം ശക്തമാവുകയും ചെയ്തിരുന്നു. യുദ്ധാനന്തര ഗാസ ഭരിക്കുവാൻ ഹമാസ് തീവ്രവാദികൾക്ക് സാധിക്കില്ലെന്നും അവരുടെ ആയുധങ്ങൾ ഫലസ്തീൻ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നും ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പ്രസ്താവിച്ചതും മറ്റൊരു വഴിത്തിരിവായി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാണ് പരിക്കേറ്റിരുന്നതായി ഇറാൻ വാർത്താ ഏജൻസി പറയുന്നു. മസൂദ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജൂൺ 16 ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റിന് നേരിയ പരിക്കേറ്റതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണത്തിൽ പെസഷ്കിയാന്റെ കാലിന് ചെറിയ പരിക്കാണ് പറ്റിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രസിഡന്റിനെ കൂടാതെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്, ജുഡീഷ്യൽ തലവൻ മൊഹ്സെനി എജയ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ജൂൺ 13 മുതൽ 12 ദിവസം നീണ്ട സംഘർഷത്തിനിടെ ഇസ്രായേൽ തന്നെ വധിക്കുവാൻ ശ്രമിച്ചെന്ന് പെസഷ്കിയാനും നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയ രീതിയിലുള്ള ആക്രമണമാണ് പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേൽ ബോംബുകൾ കെട്ടിടത്തിലെ കവാടം തകർത്തതിനാൽ അകത്തേക്കും പുറത്തേക്കും പോകാനാകാത്ത സാഹചര്യമായിരുന്നു. വായുപ്രവാഹം തടഞ്ഞ് വിഷപ്പുക നിറച്ച് പ്രസിഡന്റിനെ വധിക്കുവാനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി. എന്നാൽ ഒരു രഹസ്യപാത ഉണ്ടായിരുന്നതിനാൽ പ്രസിഡന്റും മറ്റു ഉദ്യോഗസ്ഥർക്കും രക്ഷപ്പെടുവാൻ സാധിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ആക്രമണത്തിന് ഇസ്രായേലിന് ഒരു ചാരന്റെ സഹായം ലഭിച്ചതായാണ് ഇറാന്റെ വിലയിരുത്തൽ. അടിയന്തര വെടിനിർത്തൽ, ഇരുവശത്തുമുള്ള തടവുകാരെ മോചിപ്പിക്കൽ, അറബ് അന്താരാഷ്ട്ര പിന്തുണയോടെ ഫലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഇസ്രായേലിനെ പൂർണ്ണമായി പിൻവാങ്ങൽ എന്നിവയാണ് അബ്ബാസ് ആവശ്യപ്പെടുന്നത്. ഹമാസിനെ നായകളുടെ സന്തതികളെന്നാണ് അബ്ബാസ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വിശേഷിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നാണ് അബ്ബാസ് വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സം ഹമാസ് ആണെന്ന് അബ്ബാസ് പറയുന്നു. ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിനായി ഇസ്രായേലും ഹമാസും ഖത്തറിൽ നടത്തുന്ന ചർച്ചകൾ പരാജയപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. മാർച്ച് മധ്യത്തിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം ശക്തമാക്കിയ ശേഷം 7.25 ലക്ഷം പേർ കുടിയിറക്കപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നു. കഴിഞ്ഞ 6 ആഴ്ചയ്ക്കുള്ളിൽ 800 പേരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടതെന്ന് UN ഏജൻസികൾ പറഞ്ഞു.